ഹലോ ഗായ്സ്, നമ്മളപ്പം ഇന്ന് കേരള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കോൺക്ലേവിന്റെ ഡേ 2. അതെ, ഡേ 2. എന്താ കാണാൻ പോകുന്ന ഇന്ന് എന്താ കാണാൻ? ബ്രോഷർ വായിച്ചിട്ടില്ല. ഇന്നെന്താ AI ക്ലാസ് ഒക്കെ ഉണ്ടെന്ന്. സോ ഇവിടെയാണ് ഇവന്റ് നടക്കുന്നത് ഗായ്സ്. നൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ബാക്കിൽ ആരോ വരുന്നുണ്ട്. നീ എന്താ ഉറങ്ങി എണീക്കാൻ നേരം വൈകി? ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ടല്ലോ. ഞാൻ മറ്റവന് ആൻസർ കൊടുക്ക്. ആർക്കാ? അവനുണ്ട്. എൻ്റെ അമ്മേ, എന്റെ പ്രശ്നം പറ. പ്രശ്നം പറ. ഞാൻ സെറ്റാക്കി തരാം. ഞാൻ പ്രിപ്പയർഡ് ആണ് വിചാരിക്കും, പക്ഷെ ഞാൻ എടുക്കില്ല. എന്റെ പേരറിയത്തില്ല. ഞാൻ ഫാഷൻ ഡിസൈനർ ആണ് കണ്ടതുകൊണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ പോലെ വിപാഷ ജോഷിയുടെ സെഷൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. മോണിറ്റൈസിങ് ഡിജിറ്റൽ കോണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലായിരുന്നു പുള്ളിക്കാരിയുടെ സ്പീച്ച് ഉണ്ടായിരുന്നത്, ആസ് ഇൻ സെഷൻ ഉണ്ടായിരുന്നത്. ഭയങ്കര നന്നായിരുന്നു. അതിൻ്റെ ശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. കുറേ പേര് പാട്ട് പാടുകയൊക്കെ ചെയ്തു. Follow each other back, create your audience right here, interact with each other, and find the right. You will in fact see, you can find a lot of people you can collaborate with right here. So much talent, right? അപ്പം എനിക്കൊരു മകനുണ്ട്. അവൻ്റെ പേരിലൊരു ചെറിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം അതിനെ കൂടുതൽ എങ്ങനെ ഡെവലപ്പ്. സോ അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഈവൻറ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി മന്ത്രി വന്ന് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കഴിയും. കണ്ടതിൽ സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. മലപ്പുറത്തു നിന്നുള്ള ഇതാ കളിക്കില്ല തമാശ. എൻ്റെ പേര് മനീഷ. 3 മാസമായിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഏകദേശം 10-11,000 ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനീഷ ശ്രീനിവാസ് ഒഫീഷ്യൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. കേരള യൂത്ത് കമ്മീഷൻ, അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇനി വരുന്ന ആളുകൾക്കും കൂടി ഇത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക്സ്. പ്രസംഗം കഴിഞ്ഞു. കുറച്ച് സെഷൻസിൻ്റെ ശേഷം ക്ലോസിംഗ് സെറമണി ആയിരുന്നു. മന്ത്രി സജി ചെറിയാൻ, MP റഹീം, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായി. പിന്നെ അവരുടെ സ്പീച്ചും അവരുടെ എക്സ്പീരിയൻസസും ഡിജിറ്റൽ മീഡിയ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എങ്ങനെ യുവജന ലൈക്ക് ഇപ്പം ഇവൻ്റ് ചെയ്തവർക്ക് എങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ട് എങ്ങനെ നമുക്ക് പുതിയ കാര്യങ്ങൾ ഒരു ക്ലാസ് പോലെ 6 മാസത്തേക്ക് തരാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അതിനുശേഷം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തവർക്കൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിപാഷ ജോഷി അവർ ഫെലിസിറ്റേറ്റ് ചെയ്തു ബിക്കോസ് ഷീ വാസ് ലീഡിങ് ദ ഇവൻറ്റ്. ഈ പുള്ളിക്കാരിയുടെ സെഷൻസ് എനിക്കൊന്ന് അറ്റൻഡ് ചെയ്തതിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പ്രോഗ്രാമാണ്. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് നല്ല സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കോ? എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി.
നിന്നോടല്ലേ ഇവരോടാ ഒരൊറ്റ ഇട്ടിട്ട് കേൾക്കാം. അതും എടുക്കുക എന്നിട്ട് ഇത് കൊടുക്കും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇനി എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിച്ചു. ഓക്കെടാ. കോവളം ക്രാഫ്റ്റ് വില്ലേജിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോവളം ബീച്ചിലോട്ട് ഭയങ്കര ദൂരമൊന്നും ഉണ്ടായില്ല. സോ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഡിന്നർ കഴിക്കാൻ പോയി. അതിനുശേഷം ജർമ്മൻ ബേക്കറിയിൽ പോയിട്ട് ഒരു കോഫിയും ഒരു കേക്കും ഒക്കെ കഴിച്ചു ഡിന്നറിന് ശേഷം. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അത്രയും അടിപൊളി സൈലൻറ്റ് ഈവനിങ് ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ജർമ്മൻ ബേക്കറി. നിങ്ങൾ ആരെങ്കിലും കോവളത്ത് പോവുകയാണെങ്കിൽ യു ക്യാൻ ഗോ ടു ദിസ് പ്ലേസ്. ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. അടിപൊളി വ്യൂ ആണ്. ഐ ഡോണ്ട് ലൈക്ക് യു ഷുഡ് വിസിറ്റ്. യാ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അതിന് ശേഷം ഞാൻ ഇങ്ങനെ കുറച്ച് തെണ്ടിയൊക്കെ നടന്നു. നല്ല രസമായിരുന്നു. ദർ വാസ് എ ലോട്ട് ഓഫ് ക്ലോത്ത്സ്. ഐ വാണ്ടഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. ആൻഡ് അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. That's it for the day, guys. Thank you so much for watching.